സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് രേണുസുതി. കൊല്ലം സുധിയുടെ വിയോഗശേഷം തൻ്റെ കുടുംബത്തിനു വേണ്ടി അഭിനയത്തിലേക്ക് കടന്ന രേണുവിന് സോഷ്യൽ മീഡിയയുടെ പരിഹാസങ്ങളും രൂക്ഷ വിമർശനങ്ങളും ആയിരുന്നു ലഭിച്ചത്. എന്നാൽ ബിഗ് ബോസിലേക്ക് വന്നതോടെ കഥ മാറി. ഷോയിൽ ഒരു ഗായികയാണെന്ന് കൂടി തെളിയിച്ച രേണു ഇപ്പോൾ നെഗറ്റീവുകളെ ഒന്നും മൈൻഡ് ആക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ വിമർശിച്ചവർ രേണുവിനെ ഇപ്പോൾ കൈയടിക്കുന്നവരുമുണ്ട്. ഇതിനിടയിൽ പുതിയൊരു വിവാദം വന്നിട്ടുണ്ട്. രേണു ഒരു തികഞ്ഞ മദ്യപാനിയാണെന്നാണ് അത്. ഇവയോട് പ്രതികരിക്കുകയാണ് രേണു ഇപ്പോൾ. രേണു ചേച്ചി തികഞ്ഞൊരു മദ്യപാനിയാണെന്ന് പറയുന്നു. ദുബായിൽ ആദ്യമായി പോയപ്പോഴും ഇങ്ങനൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു വാർത്ത. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നോ? ഇല്ല. അടുത്തിടെ മദ്യപിക്കുമോ എന്ന് ചോദിച്ചതിന് വല്ലപ്പോഴും കഴിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്നല്ല, സുധിച്ചേട്ടനൊപ്പോഴും അങ്ങനെ തന്നെ. ക്രിസ്മസ് പോലുള്ള പരിപാടികളിൽ മാത്രം. എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് മാജിക് മൊമെൻ്റ് ആണെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരാൾ തികഞ്ഞ മദ്യപാനിയാകുമോ? എനിക്കറിയില്ല. ആ കണ്ടന്റ് എടുത്തിട്ട് കുറേ ബ്ലോഗർമാർ എടുത്തിട്ട് അലക്കുകയാണ് എന്ന് രേണുസുതി പറയുന്നു. രേണുസുതി നിരന്തര മദ്യപാനിയല്ല. അതിൻ്റെ ആവശ്യമില്ല. റീച്ചിന് വേണ്ടി എന്തു പറയും എന്ന അവസ്ഥയാണ്. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഒരു കൈയടിച്ചാൽ ശബ്ദമുണ്ടാവില്ല. 2 കൈയടിച്ചാലേ സൗണ്ട് ഉണ്ടാകൂ. പിന്നെയും പിന്നെയും റീച്ച് കിട്ടുമെന്ന് മാജിക് മോമിൻ്റെ ബ്രാൻഡ് അംബാസഡറായി രേണുസുതി എടുക്കുവാണ് ഒരു തംബ്നെയിൽ കണ്ടു. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും വലിയ കമ്പനിയുടെ അംബാസഡറായിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഞാൻ മദ്യപാനിയല്ലെന്ന് അറിയാവുന്നവർക്കറിയാം. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്നും പറയാം എന്നും രേണുസുതി കൂട്ടിച്ചേർത്തു.